ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കങ്ങരപ്പടിക്ക് അടുത്തായിട്ടാണ്. വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം, അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. വീടിനകത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ വീടിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കങ്ങരപ്പടി എല്ലാവർക്കും അറിയുന്നതാണ്. കാക്കനാടിനടുത്ത് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും 1.6 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ 7.2 കിലോമീറ്ററും, ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററും, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ നല്ല സ്കൂളുകളൊക്കെ നോക്കുവാണെങ്കിൽ വിദ്യോദയ സ്കൂൾ നമുക്ക് അടുത്താണ്. 1.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സീപോർട്ട് എയർപോർട്ടിലേക്ക് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നൈപുണ്യ സ്കൂളിലേക്ക് 4 കിലോമീറ്റർ. ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7.8 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.4 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമിന്റെ വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈലാണ് വെച്ചിരിക്കുന്നത്. തൊട്ടടുത്ത വീടുകളിലൊക്കെ നമുക്ക് ആളുകൾ താമസമുള്ളതാണ്. മതിലിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് 2 വലിയ ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു മെറൂൺ ഷെയ്ഡും വൈറ്റും ആണ് മെയിൻ ആയിട്ട് കളർ കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ സ്ക്വയർ ഷേപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ട് അവിടെയൊക്കെ ഭംഗിയുള്ള പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ടോട്ടലി നോക്കിയാൽ നല്ല അട്രാക്റ്റീവ് ആയ ഡിസൈൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഫോൾഡിംഗ് ആൻഡ് സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ കടന്നു വരുന്നത് വീടിന്റെ കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചും അതിന്റെ ബാക്കിയുള്ള റിലേറ്റഡ് ഏരിയാസ് ഒക്കെ ഫ്ലോർ നോക്കുവാണെങ്കിൽ ഇതുപോലെ ചെറിയ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനകത്തെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള പോർച്ചിലേക്കാണ്. ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. EV വെഹിക്കിൾസിനാണെങ്കിൽ ഇവിടെ ചാർജിംഗ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ പില്ലർ നോക്കിയാൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ടും കാർ പോർച്ചിന്റെ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ LED ബൾബുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമതൊരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. 2 വീലർ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. വാട്ടറിന്റെ മീറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. KWയുടെ വാട്ടർ കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് കിണറും കൂടിയാണ് പിന്നീട് ഇവിടെ ഉള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ ബാക്കിലെ മതിലിന്റെ വർക്ക് ഏരിയ സ്പേസിന്റെ അവിടെയായിട്ടാണ്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴും സ്റ്റോൺസിന്റെ ഏരിയ കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വർക്ക് ഏരിയയുടെ ആ ഒരു റൂഫിന്റെ സൈഡ് കവറിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം. ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുവാണ്. വീടിന്റെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ 2 പീസിലാണ് നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ആദ്യം നമുക്ക് ഫ്ലോറുകൾ തന്നെ നോക്കാം. വൈറ്റ് കളർ ടൈലാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് വരുന്നത്. ഈ ഒരു ഭാഗത്തുള്ള വോള് കംപ്ലീറ്റ് ആയിട്ട് TV യൂണിറ്റ് വയ്ക്കാനായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് PVC പാനലിംഗ് ആണ്. ഭംഗിയായിട്ട് വുഡൻ കളറിലും വൈറ്റ് കളർ കോമ്പിനേഷനിലുമാണ് TV വയ്ക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് നിറയെ ക്ലോസ് ചെയ്തിരിക്കുന്ന കബോർഡുകളും സൈഡിലൊക്കെ ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ഭാഗത്തൊക്കെ നിറയെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള കളറിലെ പെയിന്റിംഗ് ആണ് വരുന്നത്. ലൈറ്റ് യെല്ലോ പെയിന്റിംഗ് കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്.
ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നേരെ ഡൈനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻട്രൻസ് നോക്കുകയാണെങ്കിൽ വുഡനായിട്ട് ഭംഗിയായിട്ടാണ് ആ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കിയാൽ ഗ്രാനൈറ്റിലാണ് വരുന്നത്. ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ഗ്ലാസുകളാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 10 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഓപ്പൺ ഷെൽഫുകളുടെ ഇടയിലൊക്കെ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വലിയ ഡോറുകൾ കൊടുത്തിട്ട് ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ വാഷ് ബേസിൻ വരുന്നത് ജെറയിലാണ്. സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അതിന്റെ ഔട്ട് ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ ചെയ്തിട്ട് ബോക്സുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് പീസിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വന്നിട്ട് ഭംഗിയുള്ള ഡിസൈനുകളും വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കാണുന്ന സ്പേസിനകത്തും ലൈറ്റ് യെല്ലോ കളർ പെയിന്റ് കൊടുത്തിട്ട് ചെറിയ LED ബൾബുകളും വലിയ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കേബിള് വയറിങ് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്ട്രൈഡറിലും അതുപോലെ തന്നെ ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നോർത്ത് ഈസ്റ്റ് ആണ് കിച്ചന്റെ ഒരു സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് തന്നെ നല്ല ഭംഗിയായിട്ട് വുഡൻ വർക്കുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഗ്ലാസ് പാർട്ടീഷൻ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ഒക്കെ വരുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിന്റെ ആ കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്കൊരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലുള്ള വോൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. ബ്ലാക്ക് ലൈൻസും വരുന്ന ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ നോക്കുമ്പോൾ 2 സിംഗിൾ വിൻഡോസ് കാണാം. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് വുഡൻ ആയിട്ടുള്ള ഷെൽഫുകൾ ഓപ്പൺ ഷെൽഫുകളായിട്ട് ചെയ്തിട്ട് അതിനകത്തൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും വർക്കുകളും അതുപോലെ തന്നെ എയർ ഹോൾ ഫെസിലിറ്റിയും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ അകത്ത് വരുന്ന ഈ ഒരു വുഡൻ പോർഷനിൽ നോക്കുവാണെങ്കിൽ താഴെയും നമുക്ക് കബോർഡ് ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. കിച്ചൺ സ്ലാബും സിങ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ ഡോർ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് സ്പേസുകൾ വീണ്ടും കവർ ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. താഴെ ഒരു ബെഡ്റൂം ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ വുഡിന്റെ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10.5 അടി വീതിയുമാണ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് അവിടെയും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ലൊരു ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ ഡിസൈനിലാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ വരുന്ന പോർഷനുകളിൽ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് LED ബൾബുകളാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡിസൈനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈൽസിന്റെ കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെറയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഓപ്പണിങ്സ് കൊടുത്തിട്ട് അതിനകത്ത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. വന്ന വഴികളെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഓപ്പണിംഗ് പോലെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇവിടെ വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന വോളിലാണ് TV വെക്കാനായിട്ടുള്ള പവർ പോയിന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു വർക്ക് സ്റ്റേഷൻ ടേബിൾ അവിടെ കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഒരു ഷെൽഫ് ഫെസിലിറ്റിയും താഴെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്. ടെറസിലേക്ക് പോകാനുള്ള എൻട്രി ആണ്. നമുക്ക് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഒക്കെ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള കളറുള്ള പെയിന്റിങ്സ് ഗ്രേ കളർ പെയിന്റിങ്സ് കൊടുത്തിട്ട്
LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാളിന്റെ ഒരു മെയിൻ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും റൗണ്ട് ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് ഇനി കാണാനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ഈ കാണുന്ന വോളില് 2 സിംഗിൾ വിൻഡോസും അവിടെ 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലും അതേ മോഡലിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ഒരു പോർഷൻ, കോർണർ പോർഷനിൽ മാത്രം കുറച്ച് പീസുകൾ കൊടുത്തിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടൊരു ഓഫ് വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിലും ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൂടി വരുന്ന ടൈലുകളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. രണ്ടാമത്തെ ബാത്റൂമും നല്ല ലെങ്തി ആയിട്ടും സ്പേഷ്യസ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് വലിയ ബെഡ്റൂം ആണ്. സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. 3 വിൻഡോസ് നമുക്ക് സ്ട്രെയിറ്റ് വരുമ്പോഴും ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അവിടെ പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് കുറച്ച് ഡിഫറെന്റ് ആയ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. അതിന്റെ കൂടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലൊരു ഡിസൈൻ ആണ് ഡോറിന് വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ചെറിയൊരു യെല്ലോ ബോർഡർ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. മൂന്നാമത്തെ ബാത്റൂമും നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. അവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ 2 ചെറിയ വിൻഡോസും കിട്ടുന്നുണ്ട്. ബാൽക്കണി വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റൈൽസ് വരുന്നത്. അതിനകത്ത് ടഫിന്റെ ഗ്ലാസ് ഒട്ടിച്ച് കൂളിംഗ് ഫിലിംസ് ഒക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള ഡിസൈനുകളാണ് വരുന്നത്. കുറച്ച് ഓപ്പൺ സ്പേസുകളിലൊക്കെ ഇട്ടിട്ട് അവിടെ അതിനകത്തൊക്കെ തന്നെ കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ചുറ്റിനും നിറയെ നൈബേഴ്സ് ഒക്കെ ഉള്ള ഏരിയയാണ്. പല വീടുകളും ആളുകളും താമസമായതുമാണ്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനൊക്കെ അടുത്തായിട്ട് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും 1.6 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഒരുപാട് സ്കൂളുകൾ, നല്ല ഹോസ്പിറ്റലുകൾ എല്ലാം അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്കും ഈസി ആയിട്ട് എത്താം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങളും ഒരു 500 മീറ്റർ സറൗണ്ടിങ്സിൽ തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. താമസിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സൂട്ടബിൾ ആയ സ്ഥലമാണ്. നിങ്ങൾ എല്ലാവരും ചോദിക്കാറുള്ളൊരു സ്ഥലവുമാണ് കങ്ങരപ്പടിക്ക് അടുത്ത് വീടുകൾ അവൈലബിൾ ആണോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ അത്ര കൂടുതലൊന്നും അല്ല അതിനകത്ത് ഓണർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിന്റെ ദർശനം നോക്കുവാണെങ്കിൽ മെയിൻ ഡോർ നോർത്തിലേക്ക്, വടക്ക് ഭാഗത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കിണർ വെള്ളവും ഉണ്ട്. പൈപ്പ് കണക്ഷൻ ഓൾറെഡി KWയുടെ വാട്ടർ കണക്ഷൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു വലിയ വാഹനത്തിനും ഒരു ചെറിയ കാറിനും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ 3.4 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1600 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 BHK ആണ്. 3.4 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 3 ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 78 ലക്ഷം രൂപയാണ്. 78 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ ഫെസിലിറ്റിയിൽ വാങ്ങണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.